ബമ്പ് മേടിച്ച് മുടി കെട്ടി ബമ്പ് മുടിയുടെ ഉള്ളിൽ നിന്ന് എടുക്കുമ്പോൾ മുടി പൊട്ടിപ്പോകാറുണ്ട്. ഞാൻ അങ്ങനെ കെട്ടിയപ്പോൾ എൻ്റെ മുടി പൊട്ടിപ്പോയായിരുന്നു. പല ടൈപ്പ് ബമ്പ് മേടിച്ച് ഞാൻ മുടി കെട്ടിയായിരുന്നു. പക്ഷേ മുടീൻ്റെ ഉള്ളിൽ നിന്ന് അത് എടുക്കുമ്പം അത് പൊട്ടിപ്പോകുമായിരുന്നു, മുടി പൊട്ടിപ്പോകുമായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു വെൽവെറ്റിൻ്റെ റാ ഞാൻ മേടിച്ചു. ഞാൻ എന്നിട്ട് ഒരു ഐഡിയ തോന്നിയിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ ഒരു വെൽവെറ്റിൻ്റെ റാ കൂടി ഞാൻ വെച്ചു. എന്നിട്ട് ഞാൻ ഇതിൽ കാണുന്ന പോലെ ബ്ലാക്ക് കളറിലെ റബ്ബർ ബാൻഡ് മേടിച്ചിട്ട് 2 സൈഡിലും കെട്ടി, പിന്നെ നടുക്കും കെട്ടി. എന്നിട്ട് ഞാനത് സാധാരണ ബമ്പ് വെച്ച് മുടി കെട്ടുന്ന പോലെ തന്നെ ഫ്രണ്ടിലേക്ക് കുറച്ച് മുടി എടുത്തിട്ട് ബാക്കിൽ റാ വെച്ച് മുകളിൽ കൂടി മുടിയെടുത്ത് ഞാൻ കെട്ടി. അപ്പോൾ കുറച്ചുകൂടി ഹൈറ്റ് എനിക്ക് തോന്നി. അപ്പം ഞാനത് ഒരു 3 റാ കൂടി വെച്ച് നോക്കാമെന്ന് കരുതി, കുറച്ചുകൂടി ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ അതിൻ്റെ മുകളിൽ വേറെ 3ാമതൊരു റാ കൂടി വെച്ച് സെയിം പോലെ തന്നെ ബ്ലാക്ക് റബ്ബർ ബാൻഡൊക്കെ ഇട്ട് വെച്ചു. അപ്പോൾ 2 റാ വെച്ചതിനേക്കാളും കുറച്ചുകൂടി ഹൈറ്റ് കിട്ടി എനിക്ക്. ഇങ്ങനെ എത്ര റാ വേണേലും വെക്കാം, പക്ഷേ കൂടുതൽ 4 വെച്ച് നോക്കിയപ്പോൾ ഭയങ്കര ബോറായിപ്പോയി, ഭയങ്കര ഹൈറ്റായിപ്പോയി. അപ്പോൾ ഞാനത് കുറച്ചിട്ട് 3ഉം 2ഉം ആക്കി. 3ഉം 2ഉം ഞാൻ മാറി മാറി യൂസ് ചെയ്യും. കുറച്ച് ഹൈറ്റ് വേണമെന്ന് തോന്നുമ്പോൾ 2 റായുടെ വെക്കും, കുറച്ചുകൂടി വേണമെന്ന് തോന്നുമ്പോൾ 3 റായിൻ്റെ വെക്കും. പക്ഷേ ഇത് കുറച്ച് പഫ് സ്റ്റൈൽ വെക്കാൻ നോക്കുന്നവർക്ക് പറ്റില്ല കേട്ടോ. കാരണം ഇത് റായല്ലേ, അപ്പം മുകളിലേക്ക് എടുക്കുമ്പോൾ മൊത്തത്തിൽ കൂടിയേ വരത്തുള്ളൂ. അപ്പം ബമ്പ് വെച്ച് മുടി പൊട്ടിപ്പോണോണ്ട് അങ്ങനെ കെട്ടാൻ പറ്റാത്തപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഐഡിയ ഞാനത് നോക്കിയതാണ്. ഞാനിപ്പോൾ ഇങ്ങനെയാണ് കെട്ടാറുള്ളത് മുടി. ഞാൻ ഇത് രണ്ടും മാറി മാറി യൂസ് ചെയ്താൽ ഞാനിപ്പോൾ അതിന് പകരം ഇങ്ങനെയാണ് മുടി കെട്ടാറുള്ളത്. മുടി പൊട്ടിയൊന്നും പോകത്തൊന്നുമില്ല. വെൽവെറ്റിൻ്റെ റായല്ലേ, അപ്പോൾ കുഴപ്പമില്ലാതെ തന്നെ ഇരിക്കുന്നുണ്ട്.